മുപ്പത്തടം സർവീസ് സഹകരണ ബാങ്കിന്റെ സ്പൈസ് സ്ട്രീറ്റ് റെസ്റ്റോറന്റ് വനിതാ സംരംഭമായി പ്രവർത്തനം ആരംഭിച്ചു. ബാങ്ക് പ്രസിഡന്റ് VM ശശി പ്രവർത്തനം ഉദ്ഘാടനം ചെയ്തു. ബാങ്ക് സെക്രട്ടറി PH സാബു, കാർത്തിക H എന്നിവർ സംസാരിച്ചു. രാവിലെ 6 മണി മുതൽ രാത്രി 10 മണി വരെയാണ് റെസ്റ്റോറന്റ് പ്രവർത്തിക്കുക. എല്ലാ ഭക്ഷണ വിഭവങ്ങളും ഉച്ചയൂണും ന്യായവിലയിൽ ലഭ്യമാക്കുമെന്ന് സംരംഭകർ അറിയിച്ചു. സഹകാരികളെ, സഹോദരി സഹോദരന്മാരെ, നമ്മുടെ കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ റെസ്റ്റോറൻറ്റ് ഇവിടെ ആരംഭിക്കുന്ന ഒരു വനിതാ കൂട്ടായ്മയാണ്. അതുകൊണ്ട് തന്നെ ഏറെ സന്തോഷമുണ്ട്. വനിതാ കൂട്ടായ്മയെ പ്രോത്സാഹിപ്പിക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെയും ഒരു കടമയാണ്. നമ്മുടെ വനിതകൾ സമൂഹത്തിൻ്റെ നാനാ മേഖലകളിൽ അവരുടെ കഴിവുകൾ തെളിയിച്ചു വരുന്നൊരു കാലഘട്ടമാണ്. രാജ്യത്തിൻ്റെ മികച്ച ഭരണം പോലും വനിതകളാണ് ഇപ്പോൾ നടത്തി വരുന്നത്. നമ്മുടെ റെസ്റ്റോറൻറ്റ് ഇപ്പോൾ ആരംഭിച്ചതിന് ശേഷം കോപ്പറേറ്റീവ് ബാങ്ക് തന്നെയാണ് ഇത് നേരിട്ട് നടത്തിയിരുന്നത്. കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ ഒട്ടേറെ ചുമതലകൾക്ക് ഇടയിൽ റെസ്റ്റോറൻറ്റിൻ്റെ പ്രവർത്തനം കൂടി ഏറ്റെടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു വലിയ ജോലിഭാരം നമ്മുടെ ബാങ്കിന് ഏറ്റെടുക്കേണ്ടതായിട്ട് വരുന്ന സാഹചര്യത്തിലാണ് ഇത് വെളിയിൽ ആരെങ്കിലും ഏൽപ്പിക്കണം എന്നുള്ളതിലേക്ക് നമ്മൾ ആലോചിക്കുന്നത്. അപ്പോൾ പലരും തയ്യാറായിട്ട് വന്നു. അതിനകത്ത് ഈ വനിതാ കൂട്ടായ്മ വന്നെന്ന് പറഞ്ഞപ്പോൾ നമുക്ക് വലിയ സന്തോഷം തോന്നി. അവരെ ഏൽപ്പിക്കണം, നല്ല നിലയ്ക്ക് അവർക്ക് നടത്താൻ വേണ്ടി കഴിയും. ഇതിനകത്ത് ഒരു കാര്യം ഓർമ്മിപ്പിക്കാനുള്ളത്, ഇതിനകത്ത് നിങ്ങൾ 7 പേരുടെ ഗ്രൂപ്പല്ലേ? എത്ര പേര്? 7 പേരുടെ ഗ്രൂപ്പാണ്. എല്ലാവരും അധ്വാനിക്കാൻ തയ്യാറാകണം. ഇതിനകത്ത് മാനേജരും കുക്കും സപ്ലയറും എല്ലാവരും എല്ലാ ജോലിയും ചെയ്യാൻ തയ്യാറായി വന്നു കഴിഞ്ഞാൽ നല്ല മികച്ച നിലയ്ക്ക് നമുക്കിതിൻ്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി കഴിയും. അപ്പോൾ അതിന് തയ്യാറായി വേണം നമുക്കിതിൻ്റെ തുടക്കം കുറിക്കാൻ. നല്ല നിലയ്ക്ക് വരും. എല്ലാവിധ വിജയങ്ങളും ആശംസിക്കുകയാണ്. എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മുടെ റെസ്റ്റോറൻറ്റിൻ്റെ തുടർ പ്രവർത്തനത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ നാട്ടിൽ ഹോട്ടൽ രംഗത്ത് വലിയൊരു സ്പേസ് ഉണ്ട്. മുപ്പത്തടം എന്ന് പറയുന്നത് അനുദിനം നഗരവൽക്കരണത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുന്ന ഒരു ഗ്രാമമാണ്. ഗ്രാമം എന്ന പേര് മുപ്പത്തടത്തിന് ഇപ്പോൾ വേണ്ടതെന്ന് ചേരുമെന്ന് സംശയമുണ്ട്. അതിൻ്റെ രൂപഭാവങ്ങളെല്ലാം നഗരത്തിൻ്റെയാണ്. വേഗതയുടെ ഒരു പ്രദേശമാണ് മുപ്പത്തടം. മാത്രമല്ല, തിരക്കെല്ലാം ഒഴിവാക്കാനായിട്ട് കണ്ടെയ്നർ റോഡ് എല്ലാം ഒഴിവാക്കി ചില ആളുകൾ ഇപ്പോൾ യാത്ര ഇതിലൂടെയാണ് പ്രധാനപ്പെട്ട വഴിയിലേക്ക് അവർ പ്രവേശിക്കുന്ന ഒരു ഇടനാഴിയായിട്ട് മുപ്പത്തടം മാറിയിരിക്കുന്നു. തിരക്കൊഴിവാക്കി യാത്ര ചെയ്യാൻ. അപ്പോൾ ഇവിടെ തിരക്ക് രൂപപ്പെട്ടിട്ടുണ്ട്. എല്ലാവരും അങ്ങനെ ഇടനാഴിയായപ്പോൾ അത്തരം തദ്ദേശീയരായിട്ടുള്ള ഈ പ്രദേശത്തെ നാട്ടുകാരെയും സഹകാരികളെയും എല്ലാം നല്ല ഭക്ഷണത്തിന് വേണ്ടി ഇവിടെ ആശ്രയിക്കുന്ന ഒരു റെസ്റ്റോറൻ്റായിട്ട് ഇത് വളരുക. ഒപ്പം ഞാൻ ഈ പറഞ്ഞ യാത്രക്കാരെ കൂടി ആകർഷിക്കാൻ കഴിയുന്ന രൂപത്തിലേക്കുള്ള ഒരു റെസ്റ്റോറൻ്റായിട്ട് കൂടി പരിവർത്തനം ചെയ്യുക. അപ്പോൾ വലിയ വിജയ സാധ്യതയാണ് നമുക്കുള്ളത്. നമ്മുടെ നാട്ടിൽ വളരെ എഫക്റ്റീവായി പ്രവർത്തിക്കുന്ന റെസ്റ്റോറൻറ്റുകളുടെ എണ്ണം കുറവാണെന്നുള്ളത് വസ്തുതയാണ്. അപ്പോൾ അതിന് വലിയ സാധ്യതയാണുള്ളത്. ഇപ്പോൾ ബാങ്ക് ഭരണസമിതി, അപ്പോൾ ബഹുമാനായ പ്രസിഡന്റ് പറഞ്ഞല്ലോ, ബാങ്ക് നേരിട്ട് നടത്തിയ ഒരു സംരംഭം ഒരു വനിതാ കൂട്ടായ്മയ്ക്ക് കൈമാറുകയാണ്. അപ്പോൾ വനിതകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ സങ്കല്പം തന്നെ അങ്ങനെയാണല്ലോ. സ്ത്രീ അമ്മയാണ്, അല്ലേ? ഭാര്യയാണ്, സർവം സഹയാണ്. അപ്പോൾ സ്ത്രീയാണ് അടുക്കളയുടെ പ്രതീകം. അപ്പോൾ അടുക്കളയുടെ പ്രതീകമായ സ്ത്രീകൾ തന്നെ പാചകം ചെയ്യുന്നു, അവർ തന്നെ വിതരണം ചെയ്യുന്നു, അവർ തന്നെ മുഖ്യ നടത്തിപ്പുകാരായി മാറുന്നു എന്നുള്ളത് വലിയൊരു പ്രത്യേകതയാണ്. ആ അർത്ഥത്തിൽ വലിയ നിലയിൽ ശോഭിക്കാൻ കാർത്തികയുടെ നേതൃത്വത്തിലുള്ള ടീമിന് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാ ഭാവങ്ങളും ചെയ്യുന്നു. നന്ദി, നമസ്കാരം.